മിഥുൻ പഠിച്ചിരുന്ന സ്കൂൾ, മിഥുൻ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചു വളർന്ന സ്കൂൾ, ആ വരാന്തയിലൂടെ മിഥുൻ സുഹൃത്തുക്കളോടൊപ്പം തോളിൽ കൈയിട്ട് നടന്ന ഇന്നലകൾ അത് പെട്ടെന്ന് ഇല്ലാതാകുന്നു എന്നത് സുഹൃത്തുക്കൾക്ക് പോലും ഉൾക്കൊള്ളാനാകുന്നില്ല. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് 9 മണിക്ക് എത്തുമ്പോൾ സഹപാഠികൾ ആയിട്ടുള്ളവർ അവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു സുഹൃത്തിൻ്റെ ചെരുപ്പ് സ്കൂളിലെ ഷെഡിന് മുകളിലേക്ക് വീണത്. ആ ചെരുപ്പെടുക്കാൻ അവൻ അപ്പോൾ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ കൂട്ടുകാർ അവനെ വലിച്ച് താഴെ ഇറക്കി എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും അവൻ ക്ലാസ് മുറിയിൽ കയറി അതിനു മുകളിലൂടെ ഷെഡിലേക്ക് എത്തുകയും അങ്ങനെ വൈദ്യുതാഘാതം ഏൽക്കുകയുമായിരുന്നു. ആ മരണത്തെ തടയാൻ കൂട്ടുകാർക്ക് സാധിച്ചില്ല. അവൻ പോയ സമയത്ത് സ്കൂളിലെ മുകൾ കെട്ടിടത്തിലേക്ക് പോയ സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ ഉണ്ടായില്ല. പിന്നീട് കണ്ടത് ഈ വൈദ്യുതാഘാതമേറ്റ് മിഥുനെ ആണ്. ഇതായിരുന്നു സാഹചര്യം എന്ന് കുട്ടികൾ പറയുമ്പോൾ അവർക്കും ഇപ്പോഴും തങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന കൂട്ടുകാരൻ ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പഠിക്കാൻ എന്നു മാത്രമല്ല പഠനേതര വിഷയങ്ങളിലും മിഥുൻ മിടുക്കനായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തേവലക്കര സ്കൂളിൽ NCC ഉണ്ടായിരുന്നു. ആ NCCയുടെ ഭാഗമാകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആ സ്കൂൾ തിരഞ്ഞെടുത്തത് എന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെ NCCയിലേക്ക് സെലക്ഷനും കിട്ടിയിരുന്നു. പക്ഷേ NCCയുടെ ഭാഗമാകുന്നതിന് മുമ്പ് മിഥുന് അവസാനിപ്പിക്കേണ്ടി വന്നു. മിഥുൻ വിട പറഞ്ഞു എന്നുള്ളതാണ്. ആ സ്കൂൾ മുറ്റത്തു നിന്ന് എന്നേക്കുമായി മിഥുൻ പടിയിറങ്ങുമ്പോൾ അവിടെ അധ്യാപകർക്ക്, സഹപാഠികൾക്ക്, അനധ്യാപകർക്കൊന്നും അത് താങ്ങാനാകുന്ന നൊമ്പരമായിരുന്നില്ല. അത്രമേൽ വലിയ ദുഃഖത്തോടെയാണ് ഒരു നാട് സ്കൂളിൽ നിന്ന് മിഥുനെ യാത്രയാക്കിയത്. അവിടെ നിന്നാണിപ്പോൾ വിളന്തറയിലെ വസതിയിലേക്ക് മിഥുൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അവിടെയും വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴും മിഥുൻ്റെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ ആളുകളുടെ പ്രവാഹം അത് ഒന്ന് കുറയുന്ന ഘട്ടത്തിൽ സംസ്കാര ചടങ്ങിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഒരുപാട് വേദനയോടെയാണ് ആ നാട് മിഥുനെ യാത്രയാക്കുന്നത്. നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു മിഥുൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അവധി ദിവസം ആണ്. സാധാരണ ഈ ദിവസങ്ങളിലെല്ലാം കൂട്ടുകാരോടൊപ്പം പന്ത് കളിച്ച് നടക്കുന്ന ആൾ ആയിരുന്നു മിഥുൻ എന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടി ആയിരുന്നു മിഥുൻ എന്നാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത്. പ്രാദേശികമായി തന്നെ കുട്ടികളുടെ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലബ്ബുകൾ തമ്മിൽ മത്സരിക്കുന്നു. അങ്ങനെയൊക്കെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു. കുട്ടികളുടെ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു മിഥുനൊപ്പം എന്നാണ് അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അങ്ങനെയൊരു അവധി ദിവസമാണിന്ന്. സുഹൃത്തുക്കളോടൊപ്പം കളിചിരികളോടെ നടക്കേണ്ട മിഥുൻ ആണ്. ആ കളിചിരിയുടെ ഒച്ചയായിരുന്നു ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന്, ഈ വീട്ടിൽ നിന്ന് ഇന്ന് ഉയരേണ്ടിയിരുന്നത്. പക്ഷേ അവിടം അങ്ങനെയല്ല. മിഥുൻ ഒന്നും മിണ്ടാതെ, സംസാരിക്കാതെ, ചലിക്കാതെ ചേതനയറ്റ ശരീരമായി മാറിയിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണീർ മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിൽ ഉള്ളത്. വിലാപം മാത്രമാണ് കേൾക്കുന്നത്. അടങ്ങാനാകാത്ത ദുഃഖം ആണ്. അണപൊട്ടുന്ന സങ്കടക്കടലായി ആ വീട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് ഇങ്ങനെയൊരു ദുരന്ത കാഴ്ചയിലേക്കാണ് മടങ്ങിയെത്തേണ്ടി വന്നത്. അച്ഛൻ കൂലിപ്പണി ചെയ്ത് മക്കളെ വളർത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു യാത്ര പാതി വഴിയിൽ പൊലിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറം ആണ് ഈ നൊമ്പരം, ഈ വേർപാട്. അത് എങ്ങനെയൊക്കെ ന്യായീകരിക്കപ്പെട്ടാലും, ഏത് സംവിധാനത്തെ കുറ്റപ്പെടുത്തിയാലും അവർക്ക് അവരുടെ മകൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ വലിയ ആൾക്കൂട്ടം ഇന്ന് അല്പസമയം കൂടി അവിടെ തുടർന്നേക്കാം. അതിനുശേഷം ആ കുടുംബം ആ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് മകൻ്റെ വിയോഗത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഹോദരന്, അനുജനാണ് മിഥുന് ഒരു അനുജൻ ആണ് ഉള്ളത്. അനുജൻ ഇപ്പോഴും ആരോടും സംസാരിക്കാതെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അനുജൻ്റെ മാനസികാവസ്ഥ, മുത്തശ്ശിയുടെ മാനസികാവസ്ഥ, അതെല്ലാം ഇനി അവർ തിരികെ ആ ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ തന്നെ ദിവസങ്ങളോളം സമയം വേണ്ടിവരും. ഒരു സംവിധാനം അനാസ്ഥ, അത് ഒരു ജീവൻ്റെ വിലയാണ് നൽകേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരം. സങ്കടക്കടലായി
ഈ വിളന്തറ എന്ന പ്രദേശം മാറിയിരിക്കുന്നു. നാടൊന്നാകെ മിഥുൻ്റെ വസതിയിലേക്ക് ഇരച്ചെത്തുന്നു. അവരൊന്നാകെ നാടിൻ്റെ പൊന്നോമനയ്ക്ക് യാത്രയയപ്പ് നൽകുന്നു. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങ് നടക്കും. മതപരമായ ചടങ്ങുകൾ ആണ് നടക്കുക. മുതിർന്നവർ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ മകൻ യാത്രയാകുന്നു എന്നത് ആ കുടുംബത്തിലെ ഓരോരുത്തരെയും അത്രമേൽ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരപകടം, ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരപകടം. മകൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു മടങ്ങിവരവ് അച്ഛനോ അമ്മയോ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അവർക്കിപ്പോഴും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പ്രയാസകരമായിരിക്കും എന്നതാണ് വസ്തുത. തീരാനൊമ്പരമായി മിഥുൻ മാറുന്നു. ഒരു നാടിൻ്റെ ഒന്നാകെ വേദനയായി മിഥുൻ മാറുന്നു. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, അണമുറിയാത്ത പ്രവാഹം ആയിരുന്നു. അത്രമേൽ ആ നാട്, ആ വീട് എല്ലാം മിഥുനെ സ്നേഹിച്ചിരുന്നു. അവിടെ നിന്നെല്ലാം മിഥുൻ യാത്ര പറയുകയാണ്. എല്ലാവരും ആ കുടുംബത്തോടൊപ്പം മിഥുനെ യാത്രയാക്കാൻ എത്തുമ്പോൾ ഇനി ചടങ്ങുകളിലേക്ക് കടക്കുന്നു എന്നാണല്ലോ. പൊതുദർശനം ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ മനസ്സിലാക്കാമോ? നിലവിൽ അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥ ഇനി അങ്ങ് പ്രതികൂലമായാൽ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന ഒരു തടസ്സമാകാതിരിക്കുന്നതിനാണ് ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നത്. ഈ വലിയ തിരക്ക് ഏതാണ്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കാനുള്ളൊരു തീരുമാനം കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മണിക്കകത്ത് തന്നെ നേരത്തെ കരുതിയിരുന്ന പോലെ ഒരു തയ്യാറാക്കിയൊരു പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങുകളൊക്കെ അല്പസമയത്തിനകം വീട്ടിൽ ആരംഭിക്കും. ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇപ്പോഴും ആളുകൾ പല വഴിയായി ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അധിക സമയം മൃതദേഹം ഇനി വെച്ചുകൊണ്ടിരിക്കുന്നതിന്, പൊതുദർശനത്തിനായി വെച്ചുകൊണ്ടിരിക്കുന്നതിന് ചില പ്രായോഗികമായ പരിമിതികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ചടങ്ങുകൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 5 മണിക്കകത്ത് തന്നെ, അങ്ങനെയായിരുന്നു ആദ്യം ബന്ധുക്കളൊക്കെ നമ്മളെ അറിയിച്ചിരുന്നത്. കാരണം ഇത് വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ ഈ വീട്ടിൽ, ഈ വീടിന്റെ മുൻവശത്ത് മൃതദേഹം ഇപ്പോൾ വെച്ചിരുന്ന മൊബൈൽ മോർച്ചറിക്ക് അടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നത്. അതിന് മറുവശത്തായിട്ടാണ്, വീടിന്റെ പിൻഭാഗത്തായിട്ടാണ് ചിതയൊരുങ്ങുന്നത്. വീടിന് വേണ്ടി ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോഴും ഈ വീടിന്റെ പല വഴികളിലൂടെ ഈ വീട്ടിലേക്ക് അമ്മമാരും അച്ഛന്മാരും അവന്റെ സഹോദരങ്ങളും ചേട്ടന്മാരും ചേച്ചിമാരുമൊക്കെയായി നിരവധി ആളുകൾ ഇപ്പോഴും ഈ വീട്ടിന്റെ പരിസരത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്.